മീറ്ററിന് ബൗണ്ടറീസ് ഉണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും മഞ്ഞൾ പ്രസാദം കേട്ടിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ അതൊരു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന്? അത് രവി ബോംബെ. അതിലെ അതിലുള്ള പാട്ടുകളുടെ പ്രത്യേകത 4 പാട്ടുകളുണ്ട്. അതിലെ മഞ്ഞൾ പ്രസാദവും മോഹന രാഗത്തിലാണ്. ഈ മോഹനത്തിനൊരു ഒരു ഹിന്ദുസ്ഥാനി വേർഷനാണ് പഹാഡി. 2 പാട്ട് പഹാഡിയിലാണ്. ആരെയും ഭാവഗായകനാക്കാവും, നീരാടുവാനും പഹാഡിയിലാണ്. കേവലമർത്യഭാഷ വേറൊരു രാഗത്തിലാണ്. ഈ പക്ഷേ ആ 2 പാട്ടും പഹാഡിലാണെങ്കിൽ പോലും രണ്ടും ഭയങ്കര ഡിഫറൻ്റാണ്. നമുക്കതിനകത്ത് എല്ലാം ഒരുപോലെ ഇരിക്കുന്നെന്ന് തോന്നത്തില്ല. പഹാഡിൽ തന്നെ ഒരുപാട് പാട്ടുകൾ ശിവരാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 5 ശരങ്ങളും പോരാതെ മന്മഥൻ, അത് പിന്നെ അ അദ്ദേഹം ചെയ്തിട്ടുള്ള സാമജ സഞ്ചാരണി എന്ന് പറഞ്ഞ പാട്ട്, അത് കാംബോജ് രാഗമാണ്. ഈ കാംബോജ് രാഗം എൻ്റെ അറിവിൽ ഹിന്ദുസ്ഥാനിലില്ല. പക്ഷേ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാംബോജ് രാഗം പഠിക്കണമെങ്കിൽ ആ പാട്ട് മാത്രം കേട്ടാൽ മതി. ആ പാട്ട് മാത്രം പഠിച്ചാൽ മതി. അത്ര ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ പാർവണേന്ദുമുഖി അനുസരിക്കുന്നത്. ഇതിനൊക്കെ ഒരു കേരളീയ തനിമയുണ്ട്. പരിണയം ഒരു പീരീഡ് ഡ്രാമയാണ്. അപ്പോൾ ആ കാലഘട്ടം നമുക്ക് ഫീൽ ചെയ്യണം അതിനകത്ത്. കഥകളി അതിനകത്തൊരു സിനിമയിലൊരു വലിയ എലമെൻ്റാണ്. പാർവണേന്ദുമുഖി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ആ കാലഘട്ടത്തിലെ പാട്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സുഹൃതത്തിലെ പാട്ടുകൾ, കടലിന്നഗാധമാം നീലിമയിൽ, പിന്നെ ഒരാൾ മരണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അയാൾ അന്ന് വരെ കണ്ട ലോകത്തെ വേറൊരു കാഴ്ചയോടെ കാണുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥം കൃത്യമായിട്ട് എന്നോടൊത്തുണരുന്ന പുലരികളെ എന്ന് പറഞ്ഞ പാട്ടിലതുണ്ട്. കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ പെരി ഡ്രാമാസിൽ പറയുന്ന ഒരു ഏറ്റവും വലിയ കാര്യമാണ് വടക്കൻ വീരഗാഥയിലെ പാട്ടുകൾ. അതും രവി ബോംബെ ചെയ്തതാണ്. ആം, നമ്മുടെ ചന്ദ്രലേവ സുഗന്ധം, കളരി വിളക്ക് തെളിഞ്ഞതാണ്. അതിലൊന്നും നമുക്ക് ഇങ്ങനെ സാധനം തോന്നുന്നില്ല. പിന്നെ പീരീഡ് ഡ്രാമയല്ല, അതിലും ബാക്കിലോട്ട് പുരാണ കഥയാണ് പറഞ്ഞത്. വൈശാലിയിൽ എനിക്കൊന്ന് സ്കോറും അദ്ദേഹം ചെയ്താണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് എൻ്റെ ആ കാലഘട്ടത്തെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. അതിലെ പാട്ടുകളും ഈ സ്കോറും. ഇന്ദ്രനീലിമയോലും ആയിരുന്നാലും, ആ, നമ്മുടെ ONVK നാഷണാലിറ്റി പാട്ട് ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, അതൊക്കെ അതും മിയാക്കി മൽഹാറാണ്. ദേവി എന്ന പാട്ടിൻ്റെ അതേ രാഗത്തിലാണ്. രവി ബോംബെയുടെ പാട്ടുകളെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ഹരിഹരൻ സാറിൻ്റെ പിന്നെ വളരെ അടുത്ത കാലത്ത് ഇതാണ് മയൂഖത്തിലെ പാട്ടുകൾ, ഈ പുഴയും കുളിർക്കാറ്റും എന്ന് പറഞ്ഞ. സോ ഒരു വേഴ്സറ്റൈൽ ജീനിയസ് ആണ് രവി ബോംബെ. രവി ബോംബെ ഒരു വല്ലാത്ത ഇൻസ്പിറേഷനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രിങ് ഹാർമണീസ് ബാക്കിൽ പോകുന്നത്, ഈ നീരാടുവാൻ്റെ ബാക്കിലേക്ക് ഒരു സ്ട്രിങ്സ് പോകുന്നുണ്ട്, അതെടുത്ത് വേണമെങ്കിൽ വേറൊരു മെലഡി ആക്കാം. അങ്ങനെ വേറൊരു പാട്ടാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയേണ്ടുന്ന വേറൊരു കമ്പോസർ ഒരൊറ്റ സിനിമയെ ചെയ്തിട്ടുള്ളൂ. നേരത്തെ നമ്മൾ പരാമർശിച്ചായിരുന്നു നൗഷാദ് അലി. ധ്വനി മാത്രമേ ചെയ്തിട്ടുള്ളൂ, മതി. നഞ്ചെന്തിന് നാനാഴി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണത്. എല്ലാ പാട്ടുകളും ഏത് പാട്ടാണ് മാറ്റി വെക്കാന്ന് അറിയില്ല. മാനസനിളയിൽ, പിന്നെ നമ്മുടെ അനുരാഗലോലരാത്രി, അത് പിന്നെ രതിസുഖസാരമായി ദേവി നിന്നെ വാർത്തുര ദൈവം കലകാരൻ, ആ പാട്ട്. പിന്നെ ഞാൻ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരു വിരഹഗാനം, ഏറ്റവും ഇഷ്ടമുള്ളൊരു വിരഹഗാനമാണ് ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാരയാ എന്ന് പറഞ്ഞ പാട്ട്. ഏറ്റവും ഒരു ഭയങ്കര വിഷമം ഉള്ള ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഭക്തിഗാനം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് സാധനമാണ്. ജാനകി ജാനേ രാമ, ഈ സിറ്റുവേഷൻ വരുന്ന ഒരു അവിടുത്തെ ഒരു ഭയങ്കര സങ്കടമുള്ള സിറ്റുവേഷനാണ് ഈ പാട്ട് വരുന്നത്. ഒരിക്കലും നമുക്കത് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ജീനിയസ് കമ്പോസറാണ്. ഹിന്ദിയിൽ ഒരുപാട് പാട്ടുകൾ, ഹിറ്റ് സോങ്സ്, മധുബന മേരാധികാനാച്ചേ, പിന്നെ അദ്ദേഹത്തിൻ്റെ റാഫി സാബിൻ്റെ വേറെ പാട്ടുണ്ട്, മേരെ മെഹബൂബ് തുझे, ഇതൊക്കെ ചെയ്തത് നൗഷാദ് സാഹിബാണ്. നൗഷാദ് സാഹിബിനെ മലയാളത്തിൽ കൊണ്ടുവന്ന് ധ്വനി എന്നുള്ള പടം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് മാത്രം മതി എന്നുള്ള അത്രയും ഗംഭീരമായൊരു സാധനം. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഓരോ സിനിമകൾ മാത്രം ചെയ്ത 2 കമ്പോസേഴ്സിനോട് പറയണം. അതിലൊന്ന് രഘുനാഥ് സേത്ത് എന്ന് പറയുന്നൊരു കമ്പോസറാണ്. അദ്ദേഹം ചെയ്ത പാട്ടാണ് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന് പറഞ്ഞ പാട്ട്. എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. ആ പാട്ടിൻ്റെ കൺസ്ട്രക്ഷൻ വല്ലാത്തൊരു സാധനമാണ്. പാട്ടിന് ഇൻട്രോ ഇല്ല,
പാട്ട് തുടങ്ങുന്നതിന് പല്ലവിയിലേക്കാണ്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂവ് ചാർത്തിയ പോലെ കന്നി പൂങ്കവിളിൽ. പാട്ടങ്ങ് തുടങ്ങി. അല്ല, ഇൻട്രോ വേണ്ടേ? വേണ്ട, ഇൻട്രോ വേണ്ട, പാട്ടങ്ങ് തുടങ്ങട്ടെ. പാട്ടിലോട്ടും കയറുക. അതിനുമുണ്ട് നല്ല ലെങ്താണ് എൻ്റെ പല്ലവി. പക്ഷേ അത് പോകുന്നതൊരു വല്ലാത്തൊരു പോക്കാണ്. കന്നി പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, തെന്നലോ തേൻ തുമ്പിയോ, പൊന്നരഞ്ഞാലിൽ മറഞ്ഞിരുന്ന നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നര കുമാരനോ. ഓ, പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആത്മാവിൽ മുട്ടുവിളിച്ചാലല്ല, കന്നി പൂങ്കവിളിൽ തൊട്ട്. സോ നമ്മൾ അതുവരെയുള്ള ഒരു സ്റ്റൈൽ ഓഫ് സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുകയാണ്. അത് ചെയ്ത് രഘുനാഥ് സേഠ് എന്ന് പറഞ്ഞ, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാടൊന്നും അറിയത്തില്ല കേട്ടോ. ഈ ഒരു സിനിമ മാത്രമേ. വേറൊരു പാട്ടുണ്ട്, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലും, അത് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. ഇതുപോലെ ഒരൊറ്റ സിനിമ മാത്രം ചെയ്തിട്ട് പിന്നീട് ഒരൊറ്റ പടം പോലും ചെയ്ത ഒരു കമ്പോസറാണ് സൗന്ദരരാജൻ. പാട്ട് മാത്രമാണ്. കൂത്തമ്പലത്തിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. പിന്നെ വേറെ പാട്ടുണ്ട്, ഒരിക്കൽ നീ ചിരിച്ചാൽ. അപ്പു എന്നുള്ള സിനിമയാണ്, ഡെന്നിസ് ജോസഫ് ഡയറക്ട് ചെയ്തത്, ലാലേട്ടൻ അഭിനയിച്ചു. അതിൽ ഈ 2 പാട്ടുകൾ മാത്രം ചെയ്തിട്ട് പിന്നീട് എൻ്റെ അറിവിൽ അദ്ദേഹം വേറൊരു മ്യൂസിക്കും ചെയ്തിട്ടില്ല. അദ്ദേഹം ഡെന്നിസ് സാറിൻ്റെ ചരിത്രമിലൂടെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. വേറെ 2-3 പടം കൂടി പുള്ളി കമ്മിറ്റ് ചെയ്തു, പക്ഷെ അത് അൺഫോർച്യുനേറ്റ്ലി ചെയ്തിട്ടില്ല. ഇദ്ദേഹം രാജാ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അഥർവം സിനിമയിൽ രാജാ സാറാണ് മ്യൂസിക് ചെയ്തത്. ആ സമയത്ത് ഇദ്ദേഹം പരിചയപ്പെട്ടതാണ് സൗന്ദരരാജനെ. സൗന്ദരരാജനെ കൊണ്ടാണ് ഈ പാട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഗംഭീര വർക്കാണ്, ഇത് ഗംഭീര പാട്ടുകളാണ്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ സമയത്ത് മ്യൂസിക് ഡയറക്ടർ എന്ന് ലെറ്ററിൽ വയ്ക്കാൻ പറ്റി എന്നുള്ളത് ഡെന്നിസ് സാറിനോടുള്ളൊരു വലിയ നന്ദിയായിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആ പാട്ട് ഇപ്പോഴും ചില ആൾക്കാർ അങ്ങനെയാണ്. ചില കമ്പോസർ ആണെന്നറിയില്ല, ആ പാട്ട് ഭയങ്കര ഹിറ്റാണ് അന്ന് പറയുന്നത്. പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ അണ്ടർ റേറ്റഡ് കമ്പോസേഴ്സിൽ 2 പേരാണ്, രഘുനാഥ് സേഠും ഇദ്ദേഹവും. പിന്നെ നമ്മുടെ കണ്ടംപററി ആയിട്ടൊരു കമ്പോസറിനെ പറയണം. ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ ആണ്. മാത്രമല്ല ഒരു നല്ലൊരു സുഹൃത്തും സഹോദരൻ എന്ന് പറയാവുന്നൊരു ആളുകൂടിയാണ് ബിജി ബാൽ. ബിജി ഏട്ടനെയും പാടിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായിട്ട്, വലിയ സന്തോഷമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ബിജി ഏട്ടൻ്റെ ഫസ്റ്റ് സിനിമ അറബിക്കഥ തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു കമ്പോസറാണ് ബിജി ഏട്ടൻ. അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത, ആ പാട്ട് ഗംഭീരമൊരു പാട്ടാണ്. തുടങ്ങുന്നതൊരു അറബിക് മ്യൂസിക്കിൽ തുടങ്ങി പെട്ടെന്ന് അതിനെ അവിടെ നിൽക്കുന്ന നാട്ടിൽ നിന്ന് നമുക്ക് നേരെ കേരളത്തിലോട്ട് കൊണ്ടുവരണം. ഒരൊറ്റ ചാട്ടാണ് തെയ്തോ എന്ന് പറഞ്ഞ സാധനം. അത് ജംബിയാലോട്ട് വരുവാണ്. ഭയങ്കരമായിട്ട് അത് അമാൽഗമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിജേട്ടൻ അതിനകത്ത്. പിന്നെ ബിജേട്ടൻ്റെ വളരെ അണ്ടർറേറ്റഡ് സോങ്സ് ഒന്ന് തന്നെ പറയണം. ഒന്നാണ് മിന്നാമിന്നിക്കൂട്ടം എന്ന് പറഞ്ഞാൽ, മിഴി തമ്മിൽ പുണരുന്ന നേരം എന്നൊരു പാട്ടുണ്ട്. അത് കേട്ടോ കേട്ടോ, അത് ഗംഭീര ഒരു കോമ്പോസിഷനാണ്. അതിൻ്റെ അനുപല്ലവില് മുരളികയൂതും പോലെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്ന പാട്ട്. വല്ലാത്തൊരു കോമ്പോസിഷനാണ്. അതേപോലെ നസ്രാണി സിനിമയിൽ ഒരൊറ്റ പാട്ടേ ഉള്ളൂ, ഈരൻ മേഘമേ, ഗംഭീര കോമ്പോസിഷനാണ്. പിന്നെ സാറിൻ്റെ ബിജേട്ടൻ്റെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും, നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നന്നായി ഉറങ്ങുന്നതിനാണ് നമ്മളിത് പതുക്കെ തട്ടെടുത്തിട്ട് ഒന്ന് എണീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പാട്ടാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ ഫുഡ് ബ്ലോഗുകളിലൊക്കെ എപ്പോഴും ചെയ്യുന്നത് താനാതി, അത് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം എന്ന് പറയും. അങ്ങനെ ഒരു സോങ്ങാണ്. പിന്നെ കണ്ണിലെ പൊയ്കയിലെ കുഞ്ഞലമാലയിലെ, കണ്ണിലെ പൊയ്കയില് അത് ആ സിനിമയുടെ ഒരു നറേഷൻ പോയിന്റിൽ ഒന്നൊരു വെറ്റ് ലാൻഡും ഒന്നൊരു ഡ്രൈ ലാൻഡുമാണ്. വൈക്കത്താണ് സിനിമ ആദ്യം നടക്കുന്നത്. അവിടെ നിന്ന് പിന്നെ കാസർഗോഡുള്ള ഒരു
ഉണങ്ങിയൊരു ഭൂമികയിലോട്ടാണ്. അതുകൊണ്ടാണ് അവിടെ അവർക്ക് പമ്പ് സെറ്റ് വെച്ച് അവിടെ വെള്ളം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ മാല പണയം വെക്കാൻ പോകുന്നത്. അതാണ് അടിച്ചു മാറ്റുന്നത്. ഈ കണ്ണിലെ പൊയ്കയിൽ നടക്കുന്നത് വൈക്കത്താണ്. ഈ പ്രണയത്തിന് വൈക്കത്തിൽ ജങ്കാറുള്ള യാത്രയും, വൈക്കം എന്ന് പറയുന്നത് തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ണിലെ പൊയ്കയിൽ വെള്ളം നനഞ്ഞിരിക്കുന്ന ഒരു പാട്ട്. അതിലെവിടേക്കോ എവിടേക്കോ ഒരു നനവുണ്ട്. കണ്ണിലെ പൊയ്കയിൽ ഒരു ഡ്രോപ്പിൽ ശബ്ദമുണ്ട്. കുഞ്ഞലമാലൈ. പിന്നെ ലിറിക്കിൽ തന്നെ അതിൽ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ മഴ അല്ലെങ്കിൽ നനവ് എന്നൊക്കെ പറയുന്ന ആരുമൊന്നു നനയാൻ കൊതിക്കണ രാധന അങ്ങനെ പറയുന്നുണ്ട്. അത് ഗംഭീരം ഒരു കോമ്പോസിഷനാണ്. ഗണേശ് സുന്ദരമാണ് പാടിയിരിക്കുന്നത്. ഗംഭീരം ഒരു കോമ്പോസിഷനാണ് കണ്ണിലെ പൊയ്കയിൽ. കണ്ണിലെ പൊയ്കയിലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാളും മാർക്ക് മൈ വേർഡ്, ഇനി വേറൊരു കാലത്ത് ആ പാട്ട് ഭയങ്കര ചർച്ച ചെയ്യപ്പെടും. ഇന്ന് ജോൺസൺ മാഷിനെ പറ്റി പറയുന്ന പോലെ നാളെ പറയാൻ പോകുന്നതാണ് ബിജുചേട്ടൻ. പിന്നെ ബിജുചേട്ടൻ്റെ വേറൊരു അണ്ടർറേറ്റഡ് സോങ് ആണ്. സിനിമയുടെ പേര് രാജമ്മ ടിയാഹു എന്ന് പറയുന്നത്. അതിലൊരുപാട് ഗംഭീര പാട്ടുകളുണ്ട്. മേഘമണിക്കുടയുടെ താഴെ ഉലകമിത് പണിഞ്ഞവനാരെ കാണുകിൽ പറയാമവന് സലാം എന്ന്. ഇതിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കമ്പോസറിനെ ഇതിൽ പറയേണ്ടി വരും. കാരണം അദ്ദേഹമാണ് ഇത് പാടിയിരിക്കുന്നത്, അൽഫോൺസേട്ടൻ. അൽഫോൺസേട്ടൻ പാടിയ പാട്ടാണത്. മാനാണിവളുടെ കരിമിഴയിടകളിൽ മീനോടുന്നൊരു കുളിരരുവി. ഗംഭീര പാട്ടാണ്. എൻ്റെ വൈഫിൻ്റെ വളരെ ഫേവറേറ്റ് സോങ്ങാണ്. ഞങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് യാത്രയൊക്കെ പോകുമ്പോൾ കേൾക്കുന്നൊരു പാട്ടാണ്. റഫീഖ് സാറാണല്ലോ ഇത്. പിന്നെ റഫീഖ് സാറിൻ്റെയും വിജയേട്ടൻ്റെയും ഒരു ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പിനേഷനിൽ ഞാൻ കേട്ടിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും നല്ല റൊമാൻറ്റിക് സോങ്സിൽ ഒന്നാണ്. നീയില്ലാതെ ജീവിതം വേണ്ട പെണ്ണേ വേണ്ട മറുപകുതി ഇതെന്നും നീയല്ലേ എന്നൊരു പാട്ടുണ്ട്, ഠമാർ പടാർ. ഗംഭീര കോമ്പോസിഷൻ, ഒന്നും പറയാനില്ല. ലിറിക്സിൽ ഇപ്പോൾ വിനായകമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാൻ പറയും. അവൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, റഫീഖ് സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയാണ് അതിലെ. ഗംഭീര വരികളുമാണ്. അസാധ്യ കോമ്പോസിഷനാണ്. പ്രദീപ് പടുരുത്തിയാണ് പാടിയിരിക്കുന്നത്. അസാധ്യമായി പാടിയിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല ബിജുചേട്ടൻ്റെ ആ കോമ്പോസിഷനെ പറ്റി. അതും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ളൊരു പാട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെയുണ്ട്. പിന്നെ ബിജുചേട്ടൻ എപ്പോഴും നമ്മൾ തളച്ചിടുന്നൊരു ഒരു ഏരിയയാണ് മെലഡീസിൽ മാത്രം എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളല്ല ബിജുചേട്ടൻ. കാരണം കഥയൊരാവർത്തനമാണെങ്കിലും ആകാശമേ, ഡാഡി കൂളിലെ പാട്ടാണ്. പക്ഷെ ഗംഭീര പാട്ടാണ്. അതിന് ഡാഡി മൈ ഡാഡി എന്നൊരു പാട്ട്, ഗംഭീര പാട്ട്, സൂപ്പർ സോങ്ങാണ്. അതൊക്കെ ചെയ്തിട്ടുണ്ട് ബിജുചേട്ടൻ. പിന്നെ ബിജുചേട്ടൻ്റെ സ്കോറുകളിലേക്ക് ബിജുചേട്ടനൊരു ഒരു ക്രെഡിറ്റ് തന്നെ ഉണ്ട്. ബാക്ക് ടു ബാക്ക് 4 തവണ സംസ്ഥാനം എടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ബിജുചേട്ടൻ്റെ. ബിജുചേട്ടൻ്റെ പാട്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് എപ്പോഴും ഞാൻ റെഫർ ചെയ്യുന്നൊരു സ്കോറാണ് 90 ദൃക്സാക്ഷിയും. ഈ മാല എടുത്തു കഴിഞ്ഞിട്ടൊരു ഓട്ടമുണ്ട്. ഈ ഓട്ടത്തിൻ്റെ സ്കോർ അൺബീറ്റബിൾ ആണ്. ഗംഭീര സ്കോറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ രക്ഷാധികാരി ബൈജുല്ലേ പാട്ടുകളുമായിട്ടുണ്ട്. അപ്പോൾ അതിലെ പാട്ടുകളിൽ ആകാശം പന്തലു കെട്ടി എന്ന് പറയുന്നത്, ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ബിജേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബിജേട്ടൻ പറഞ്ഞതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയായിരുന്നു അവർ പറഞ്ഞത്. വെള്ളാര പൂമലമേൽ എനിക്ക് ഫീൽ ചെയ്യും ഈ പാട്ട് കേൾക്കുമ്പോൾ. അത് ബിജേട്ടൻ സംസാരിച്ച് പറഞ്ഞു അതായിരുന്നു റെഫറൻസ്. അങ്ങനത്തെ ഒരു പാട്ടാണ് വരേണ്ടതെന്നാണ്. അതിലെ ലിറിക്സും ഗംഭീരമാണ്. അത് സുധീപേട്ടനാണെന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഈ ബിജു മേനോൻ ചേട്ടൻ്റെ മകള് പാടുന്നൊരു സോങ് ഉണ്ട്, ഒരു ലളിതഗാനം പോലത്തെ. ഗംഭീര കോമ്പോസിഷനാണ്. പിന്നെ സ്കോറിലും ഒക്കെ ഇതിനകത്ത് നമ്മുടെ ആ ഇൻ്റർവെൽ പോർഷനുണ്ട്. ഈ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ വന്ന് സംസാരിച്ചിട്ട് പോകുന്ന ഒരു സാധനമുണ്ട്. അതിൽ മ്യൂസിക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തപ്പി നോക്കണം. അങ്ങനെയാണ് ഇതിൽ മ്യൂസിക് ഇത്രയും സട്ടിലായിട്ട്, എന്നാൽ ഭയങ്കരമായി തന്നെ ഇവോക്ക് ചെയ്യും, ഇമോഷൻ കൃത്യമായി കൊണ്ടുവരും അതിനകത്ത്. പിന്നീട് വേറൊരു പാട്ടുണ്ട്, ജയചന്ദ് സാറാണ് പാടുന്നതെന്ന് എൻ്റെ വിചാരം, ആണോന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. ഈ ബിജു മേനോൻ ചേട്ടൻ്റെ ഒരു പഴയ ക്രഷിനെ കുറിച്ച് പറയുന്നൊരു സിറ്റുവേഷനുണ്ട്. അവരെ പിന്നീട് കാണുകയും ചെയ്യും. ആ സിറ്റുവേഷൻസൊക്കെ ഗംഭീരമായിട്ടാണ് മ്യൂസിക്കലി അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ബിജുചേട്ടൻ ഇസ് വൺ ഓഫ് ദ. പിന്നെ പറയാൻ വിട്ടുപോകാത്ത കാര്യമുണ്ട്, വിടാൻ പാടില്ലാത്ത രാമൻ്റെ ഏതും തോട്ടം. 3 പാട്ടുണ്ട്. ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും അകലെ ഒരു കാടിൻ്റെ നടുവിലൊരു കോണിൽ, ഏതെങ്കിലും ഒരു കാട്ടിൽ
ഇത് കൊണ്ട് ഈ പാട്ട് പ്ലേ ചെയ്യണം. വല്ലാത്തൊരു ഫീലാണ്. ഞങ്ങൾ ഞാൻ വൈഫോട് വാഗമണിലൊക്കെ പോയ സമയത്ത് ഈ പാട്ട് ഇട്ടിരുന്നു. വല്ലാത്തൊരു ഫീലാണ് ആ പാട്ട് നമുക്ക് തരുന്നത്. പിന്നെ ഇടുക്കി സോങ്. ഉം. ആം, അതിലും ഇൻസ്ട്രുമെന്റേഷൻ വളരെ മിനിമലിസ്റ്റിക് ആണ്. 3 4 ട്രാക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ തരുന്ന എല്ലാം അത് വല്ലാത്തൊരു സോങ്ങാണ് ഇടുക്കി. ഇടുക്കിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ പാട്ടിടുന്നതും ഭയങ്കര ഫീലാണ്. ഭയങ്കര ഫീലാണ്. നമുക്കറിയാം ഒരു സ്ഥലത്തെയൊക്കെ നമുക്കൊരു ഫീല് കൊണ്ടുവരാൻ പറ്റും. പ്രണയമോ, വിഷമമോ അല്ലെങ്കിൽ വേർപിരിയലോ കൊണ്ടുവരാൻ ഒരു സ്ഥലത്തേക്ക് ഒരു സോങ് കൊണ്ട് അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത് വിജയേട്ടനെ പോലൊരു ജീനിയസിന് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സത്യം പറയാമല്ലോ. എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ആഹ് പിന്നെ പറയേണ്ട ആളാണ് അൽഫോൻസേട്ടൻ. അൽഫോൻസേട്ടൻ്റെ സിനിമ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണാൻ കയറാൻ കാരണം നീ എന്ന പാട്ടാണ്. നീ മണിമുകിലാണെന്നുള്ള പാട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ടിക്കറ്റ് കൊടുത്തിട്ട് 50 രൂപ തിരിച്ചു വാങ്ങാൻ ഞാൻ മറന്നുപോയി. തിയേറ്ററിൽ ചെന്ന് എനിക്ക് നഷ്ടം തോന്നിയില്ല. കാരണം ആ പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഹൃദയസഖിയൊക്കെ ഗംഭീരമൊരു കോമ്പോസിഷനാണ്. പിന്നെ അൽഫോൻസേട്ടൻ്റെ ഏറ്റവും വലിയൊരു കാര്യം പലരും അത് പറയണമെന്നറിയില്ല. ശ്രേയ ഘോഷാലിനെ ആദ്യമായിട്ട് മലയാളത്തിൽ പാടിയത് അൽഫോൻസേട്ടനാണ്. വിട പറയുകയാണോ എന്ന പാട്ടിലാണ് ആദ്യമായിട്ട് ശ്രേയ ഘോഷാൽ പാടുന്നത്. അതിനുശേഷമാണ് ജയചന്ദ്രൻ സാറിൻ്റെ പാട്ട് പാടുന്നത്. ബിഗ് ബിയുടെ പാട്ടുകൾ ഗംഭീര കോമ്പോസിഷൻസാണ്. ഒന്നും പറയാനില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞ അൽഫോൻസേട്ടൻ കേരളത്തിന് ഒരു ആന്തം നൽകിയിട്ടുള്ള ആളാണ്. കേരനിരകളാടും. അതിപ്പോൾ എല്ലാ പ്രോഗ്രാംസിനും ഹെറിറ്റേജ് പ്രോഗ്രാംസിനും പ്ലേ ചെയ്യുന്നൊരു പാട്ടാണ്. അൽഫോൻസേട്ടൻ്റെ കോമ്പോസിഷനാണ്. ബി ആർ പ്രസാദ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എഴുതിയിരിക്കുന്നത്. അതൊക്കെ ചെയ്ത പക്ഷേ അൽഫോൻസേട്ടൻ നമ്മൾ വേണ്ടത് നമ്മൾ അൽഫോൻസേട്ടനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അൽഫോൻസേട്ടനൊന്നും ഇങ്ങനെ നിൽക്കേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയപ്പെടേണ്ട ഒരാളല്ല. അൽഫോൻസേട്ടൻ അതിലും മുകളിലൊരാളാണ്. ഭയങ്കരമായൊരു കമ്പോസറാണ്. ഞാൻ അനുഭവിച്ചൊരു കാര്യമുണ്ട്. അൽഫോൻസേട്ടൻ്റെ അനിയനുണ്ട്, പോൾസൺ ചേട്ടൻ, സിത്താറിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏതോ ഒരു വർക്കിന് എനിക്ക് സന്തോഷമാണെന്ന് തോന്നുന്നു. സന്തോഷത്തിൻ്റെ റെക്കോർഡിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞാൻ ചേട്ടൻ്റെ ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. വളരെ സാധാരണക്കാരനെ പോലെ ഒരു ബ്ലാക്ക് പാൻറ്റും ഷർട്ടും ഇട്ടൊരു മനുഷ്യൻ വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വണങ്ങി മൈക്കിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ജയഹിരി എൻ്റെ ചേട്ടനാണേ എന്ന് പറഞ്ഞു. സന്തോഷമായിട്ട്. അപ്പോൾ അൽഫോൻസ് ചേട്ടൻ്റെ ചേട്ടനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. പോൾസൺ ചേട്ടൻ ഇറങ്ങി വന്നതിന് ശേഷം ഇദ്ദേഹത്തിനെ കാര്യമായി പരിചയപ്പെടുത്തി. അദ്ദേഹമാണ് നീ മണിമുകിലാണ് കീബോർഡ് പ്രോഗ്രാമിങ് ചെയ്തത്. ഞാൻ കാലോട്ട് എനിക്ക് തോന്നുന്നുണ്ടാവും. എനിക്ക് പിന്നെ അതിൽ ഇരിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവരെല്ലാവരും അങ്ങനെ വളരെ സിമ്പിളാണ് അവരെല്ലാവരും. ആ ഫാമിലി മൊത്തം മ്യൂസിക്കിലാണ്. വളരെ സിമ്പിളാണ് അവർ. അപ്പോൾ അൽഫോൻസേട്ടനെ ഞാൻ പാടിച്ചിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അൽഫോൻസേട്ടൻ്റെ മകനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ജോസഫ് അൽഫോൻസ്, ജോക്കുട്ടൻ. ഒരു ഒരു വല്ലാത്ത ഫാമിലി. അൽഫോൻസേട്ടൻ്റെ അടുത്തും വിജയനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരായിട്ടൊന്ന് ഇറക്കി വിടുക. ഞങ്ങൾക്ക് കുറേ പണിയുണ്ട്, നീ ഒന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ തോന്നും. അത്രയും അങ്ങനെയുള്ള 2 കമ്പോസേഴ്സാണ്. അവരെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരും ഭയങ്കരമായ ഇൻസ്പിറേഷൻസാണ് അവർ.